അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. എന്റെ പള്ളി. നമുക്കിത് ആഘോഷിക്കട്ടെ. നമുക്കിതൊരു ചെണ്ടമേളം കൊട്ടി ആഘോഷിച്ചാലോ? അയ്യോ, സമാധാനമായല്ലേ? ജയിച്ചു എന്ന് അറിഞ്ഞുവെങ്കിലും അത് നേരിട്ട് കാണാതെ എപ്പോഴും നമുക്കൊരു ചെറിയ ഒരു പോയിന്റ് നമുക്ക് എന്താണ് ഒരു സംശയം. ജയിച്ചോ ജയിച്ചോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ വലത് കൈ പിടിച്ചുകൊണ്ട് അനീഷേട്ടൻ നിൽക്കുന്നു എന്ന് പറഞ്ഞുള്ള കമന്റുകൾ എനിക്ക് വയ്യ. മിനിറ്റ് വെച്ച് അവരുടെ ആവലാതികളെ, അവരുടെ ആ ഒരു എന്താണ് അവരുടെ ടെൻഷൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന, ഷെയർ ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷകരെ, അതുപോലെ തന്നെ ആയിരുന്നു ഞാനും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സിംഗപ്പന് ജയിച്ച് വന്നടാ, ജയിച്ചടാ, ജയിച്ച്. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. വാക്കുകളില്ല, സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. ഇതെങ്ങനെ വിവരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറെ ദിവസത്തെ കഠിന പ്രയത്നമാണ്. ആ പാവം അവിടെ കിടന്ന് അനുഭവിച്ചതിന് ഇതെങ്കിലും കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഉറക്കമില്ലാത്ത രാത്രികളായി മാറിയേനെ. അമ്മാതിരി അവിടെ കിടന്ന് എന്ത് ചെയ്തു, അനുഭവിച്ചു. അമ്മാതിരി അവിടെ കിടന്ന് എല്ലാരും കൂടി ആക്രമിച്ച് അതിനെ ഒരു പരുവമാക്കി. ആ പെൺകൊച്ചിന്റെ മനസ്സറിഞ്ഞ് അമ്മമാര്, ചേച്ചിമാര്, ഈ പറയുന്ന അച്ഛന്മാരായിക്കോട്ടെ, അനിയന്മാര്, ജ്യേഷ്ഠന്മാര് എല്ലാരും വന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അവൾക്ക് വേണ്ടി കേണപേക്ഷിച്ചത്, ഈ ഒരു വോട്ടിട് ചേട്ടാ എന്ന് പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അവർക്ക് ഈ പറയുന്ന അവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വോട്ടിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് വന്നവരുടെയൊക്കെ ആ ഒരു നൊമ്പരം എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അവർ ഈ പെൺകുട്ടി ജയിച്ചു കാണണമെന്ന്, ഈ അനുമോൾ എന്ന് പറയുന്ന പെൺകുട്ടി ജയിച്ചു കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഹാപ്പി, സോ ഹാപ്പി, സോ ഹാപ്പി. ഇതുവരെ ഉള്ള വിജയങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിൽഷ വിജയിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ, ദിൽഷയെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഈ അനുമോള് ജയിച്ചപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ഈ പറയുന്ന ദിൽഷ ജയിച്ചതിനേക്കാളും. ആ സമയത്ത് എനിക്ക് ഒരു പരിധി വരെ ദിൽഷ ജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അവസാന ഘട്ടം വരെ എന്ത് വേണോ സംഭവിക്കാം. ആ പെൺകുച്ചിനെ എല്ലാവരും കൂടിയിട്ട് ആക്രമിക്കുമ്പോഴും, ആ പ്രേക്ഷക പിന്തുണ വരുമ്പോഴും അവസാനം തൊപ്പിയെപ്പോലുള്ള കുറെ തെണ്ടികൾ വന്ന് ഈ പറയുന്ന എന്താണ് അനുമോളെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, തൊപ്പിയല്ല, സാക്ഷാൽ മോഹൻലാൽ വന്ന് വോട്ട് പിടിച്ചാലും അനുമോളെ തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ, അനുമോളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമാണിത്. ആ പെൺകൊച്ചിന്ന് അവസാനം ഈ പറഞ്ഞ ലാലേട്ടന്റെ കൈ പിടിച്ചു വന്നപ്പോൾ അവിടെ നിന്ന് കരഞ്ഞു. പറയാടാ, അത് വോട്ടിന് വേണ്ടിയാണെന്ന് പറഞ്ഞു വരത്ത്, അതും വോട്ടിന് വേണ്ടിയാണെന്ന് പറഞ്ഞു വരത്ത്. വോട്ടൊക്കെ ഇന്നലെ ക്ലോസ് ആയി. ഇന്ന് അവിടെ നിന്ന് കരയുന്നത് കണ്ടു ആ കൊച്ച്. ശൈത്യയുടെ മുഖം കണ്ടു. എന്റെ അമ്മോ, എന്തൊരു സുഖം ആ മുഖം കാണുമ്പോ. ശൈത്യ, ഇത്രയും അഹങ്കാരവും കുശുമ്പും. നീയൊക്കെ ഇനി ഉറങ്ങരുത്, നിനക്കൊക്കെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാൻ പോകുന്നത്, ഉറക്കമില്ലാത്ത രാത്രികൾ. വോട്ടിംഗ് പാറ്റേൺ കണ്ടോ? തുടക്കം മുതൽ 1-2 തവണ മാത്രമാണ് ഈ പറയുന്ന അനുമോള് താഴെ പോയിട്ടത്. ബാക്കി എല്ലാ സമയം, കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല ലീഡ്, ഈ പ്രാവശ്യം ഈ വീക്കവും നല്ല ലീഡ്. ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ലീഡാണ് അനുമോൾക്ക് കിട്ടിയതെന്നാണ് അറിയുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം, 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന്റെ ലീഡാണ് അനുമോൾക്ക് കിട്ടിയത്. വല്ല അറിയോ, വല്ല മനസ്സിലായോ? ഏറ്റവും കൂടുതൽ 30 ലക്ഷത്തോളം വോട്ട് വീഴുന്ന സീസണാണ്. കഴിഞ്ഞ തവണ 16 ആ ലെവലിലാണ് കഴിഞ്ഞ തവണ വോട്ട് വീണത്. ഈ പ്രാവശ്യം 30 ലക്ഷമാണ് വോട്ട്. അമ്മാതിരി വോട്ട് കയറിയിരിക്കുന്നു. ചിരിക്കാൻ വയ്യ. ഞാൻ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യണം എന്റെ സന്തോഷം എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാവരും വളരെ ഭയങ്കര ആഘോഷത്തിലായിരിക്കും. നിങ്ങൾക്ക് അവസാന നിമിഷം വരെ നിങ്ങൾ ടെൻഷൻ അടിച്ചു. അവസാന നിമിഷത്തിലും കമന്റുകൾ കൊണ്ട് നിറയുന്നുണ്ട്. ഞാൻ പിന്നെ ഉത്തരം കൊടുക്കാൻ പോവാത്തതാണ്. കാരണം ഞാൻ അറിഞ്ഞു ഈ സാധനം, ഞാനത് കൃത്യമായിട്ട് അറിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഈ സംഭവം പറഞ്ഞു. പക്ഷെ നമ്മൾ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ കണ്ടതല്ലല്ലോ, നമുക്ക് കിട്ടുന്ന അറിവാണ്. അനുമോള് കപ്പടിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ ആ സാധനം ഷൂട്ട് കഴിയുണ്ട്. ഞാൻ അതുപോലെ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടന്നു.
ഷൂട്ട് കഴിഞ്ഞു എന്നറിഞ്ഞ് പിന്നീടുള്ള കൺഫർമേഷനിലാണ് ഞാൻ പിന്നെ നിങ്ങളോട് അത് വന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും പറയാമെന്ന് കരുതി ഞാൻ അത് സാധനം പറഞ്ഞത്. പക്ഷെ ഇൻസ്റ്റയിലൊക്കെ നമ്മൾക്കറിയാമല്ലോ, കുറെ എണ്ണം ചോദിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ വിശ്വസിക്കുന്നില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും അവർക്ക് വീണ്ടും വീണ്ടും ഡൗട്ടാണ്. അത് ശരി തന്നെ, ഷുവറാണോ എടാ, വീണ്ടും പോയോ, എന്തോ ടെസ്റ്റ് വരുവാൻ പോകണമെന്ന് പറയുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ കുറെ പേര് ചെയ്ത് വിട്ട മാനിപ്പുലേഷനിലൊക്കെ അവരുടെ ഹൃദയം നൊന്ത് വേദനിച്ച് ടെൻഷൻ അടിച്ച് ആഹാരം പോലും കഴിക്കാതിരുന്ന നിങ്ങളുടെ മനസ്സെനിക്ക് മനസ്സിലാവും. ഞാൻ പിന്നെ എനിക്ക് നിങ്ങൾക്കൊക്കെ മറുപടി തരാത്തത് അമ്മാതിരി കമന്റുകൾ കിടപ്പുണ്ട്. ഇനി ആർക്കും എങ്ങനെ മറുപടി എടുക്കാൻ വയ്യ എന്ന് വെച്ചാൽ പറ്റത്തില്ല. അത്രയ്ക്ക് കമന്റുകളാണ് അങ്ങ് കിടക്കുന്നത്, മനസ്സിലായോ? അപ്പൊ എന്തായാലും അനുമോള് ജയിച്ചിരിക്കുന്നു. നമ്മുടെ പ്രയത്നത്തിന് എന്താ പറയുക, നമുക്കൊരു ഫലം കിട്ടിയിരിക്കുന്നു. പാവം കഷ്ടപ്പെട്ട പെണ്ണിന് അവൾക്ക് അർഹിച്ച ജയം വന്നിരിക്കുന്നു. ഇനി കിടന്ന് കരഞ്ഞു മെഴുകെ, ഇനി കിടന്ന് മോങ്ങ്. PR-ന്റെ ബലത്തിലാണ് ജയിച്ചതെന്ന് മോങ്ങി തീർക്ക് നിങ്ങളുടെ സങ്കടം. അവിടെ ഇരുന്ന് കുട്ടി ആ മൂലയിൽ പോയിരുന്ന് കരഞ്ഞു മോങ്ങി തീർക്ക്. അപ്പോ നമ്മളിൽ പറഞ്ഞതിൽ ഒരു സംഭവം മാത്രമാണ് മാറിപ്പോയത്. അതായത് 4th പൊസിഷൻ ഈ പറയുന്ന ഷാനവാസ് ആണ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ ഏഷ്യാനെറ്റ് ഇട്ടുന്നത്. പക്ഷെ 4th പൊസിഷൻ നെവിൻ തന്നെ ആയിരുന്നു. 3 ഷാനവാസിന് നല്ല വോട്ടുണ്ട് കേട്ടോ. ആ വോട്ടിന്റെ പാറ്റേൺ ഒക്കെ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആരൊക്കെയാണ് ഏതൊക്കെ ആഴ്ചയിലൊക്കെ പോകേണ്ടിയിരുന്നു, ആരെയൊക്കെ രക്ഷപ്പെടുത്തി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഷാനവാസ് തുടക്കം മുതൽ നല്ല ലീഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മുടെ കുത്തിത്തിരിപ്പ് രാജ അക്ബർ ആവട്ടെ, വളരെ നല്ല പണമെന്ന് വെച്ചാൽ നല്ല കമന്ന് കിടക്കും. ഈ പണത്തിനോട് ഇത്രയും ആർത്തിയുള്ള ഒരു മത്സരാർത്ഥിയെ ഞാൻ കണ്ടിട്ടില്ല. അത് വീട്ടിനകത്തായിക്കോട്ടെ, ഇന്നലെ കണ്ടത്. നിങ്ങൾക്ക് ഇവിടെയുള്ള പ്രോപ്പർട്ടി എടുക്കണം, എനിക്ക് ഏറ്റവും വലിയ സ്വപ്നം മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അക്ബർ ഖാൻ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 3, 4, 5 ഉള്ളവർക്ക് ഒരു പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തുള്ളിച്ചാടി. ഞാൻ പറഞ്ഞില്ലടാ എനിക്ക് പണം കിട്ടുമെന്ന് പറഞ്ഞ് ഓടിപ്പോയി. പക്ഷെ കിട്ടിയത് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് മാത്രമായി. അക്ബറെ കുഴപ്പമില്ല, നിന്റെ PR കുറെ പണങ്ങൾ വാരി ഇറങ്ങി, കുറെ പൈസ പോയെന്ന് എനിക്കറിയാം. അക്ബറെ നീ വീട്ടിൽ പോയിരുന്ന് മോങ്ങ്, അക്ബറെ സൈഡിൽ ഇരുന്ന് മോങ്ങ്. പക്ഷെ അവിടെയുള്ള കണ്ടസ്റ്റ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവള് ജയിച്ചതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പിന്നെ ആഘോഷിച്ചത് ലക്ഷ്മിയാണ്. ലക്ഷ്മി, അതിന്റെ കൂടെ നമ്മുടെ മസ്താനി, ഇവർ രണ്ടുപേരാണ് കണ്ണിൽ നിന്ന് കണ്ണീര് വന്നത്. ബാക്കി ശൈത്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞെട്ടിത്തരിച്ച് കൈയടിക്കാനും പോലും മറന്നുപോയിരിക്കുന്ന ജയിച്ചോ കുശു, ആ മുഖം കാണാ ഇതൊരു കുളിർമയെന്നറിയാമോ ശൈത്യ, എന്റെ മുഖം, ആ ഒരു വിളറി വെളുത്ത മുഖം കാണാൻ എന്തൊരു രസം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാം ആഘോഷിക്കൂ, തിമിർക്കൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല, ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ഇത് നിങ്ങൾ ആഘോഷിക്കും. നമ്മുടെ അനുമോളെ വിജയിച്ചിരിക്കുന്നു. ജയ